ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഒരു വെജിറ്റബിൾ സോയാബീൻ മോമോസും അതിൻ്റെ ചട്നിയും എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനിതുണ്ടാക്കിയത് ഗോതമ്പ് പൊടിയും പിന്നെ കുറച്ച് മൈദയും കൂടി ചേർത്തിട്ടാണ് ഈ സോയാബീൻ മോമോസ് ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചട്നിയും സോയാബീൻ മോമോസ് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് സവാള, ക്യാരറ്റ്, ക്യാബേജ്, വെളുത്തുള്ളി, ഇങ്ങനെ കുറച്ച് ഇൻഗ്രീഡിയൻസാണ് ഇതിന് വേണ്ടത്. വെജിറ്റബിൾസായിട്ട് ഞാൻ എടുത്തത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും നോക്കാം. പിന്നെ സോയാബീൻ ചെറുതായി മിക്സിയിലൊന്ന് ക്രഷ് ചെയ്ത്, ഒരു സോയാബീൻ 30 മിനിറ്റോളം ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ടതിന് ശേഷമാണ് കഴുകി ക്രഷ് ചെയ്ത് വെച്ചത്. ഇനി പാനിലേക്ക് അല്പം ബട്ടറും പിന്നെ ഗാർലിക്, കുറച്ച് ബട്ടറിനും കൂടെ ഞാൻ കുറച്ച് ഓയിലും ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വെളുത്തുള്ളി ഇട്ട് പാനിൽ നന്നായിട്ട് വെളുത്തുള്ളി ഒന്ന് കളർ മാറുന്നത് വരെ ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ വെളുത്തുള്ളി കളർ മാറിയെന്ന് തോന്നിയപ്പോൾ സവാളയും പിന്നെ ബാക്കിയുള്ള വെജിറ്റബിൾസ് എല്ലാം, ക്യാരറ്റും ക്യാബേജും എല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുകയാണ് ചെയ്തത്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരല്പം ഉപ്പ്, ഞാൻ ഉപ്പിടുന്ന എടുത്തില്ല, അല്പം ഉപ്പ് ഇട്ട് വെച്ചാൽ നന്നായിട്ട് ഈ വെജിറ്റബിൾസ് എല്ലാം നന്നായി ഒന്ന് വഴണ്ട് വരാനും ആയിട്ട് പറ്റും. അതിനുശേഷം സോയാബീൻ, ക്രഷ് ചെയ്തെടുത്ത സോയാബീൻ ആ പാനിലോട്ടിട്ട് ഇപ്പോൾ വേണമെങ്കിൽ ഒരല്പം കൂടി ഉപ്പിടാം. നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ഉണ്ടെങ്കിൽ വേണ്ട, ഇല്ലെങ്കിൽ ഉപ്പ് ഒരു ആവശ്യത്തിൻ്റെ നന്നായിട്ടൊന്ന് വഴറ്റി എന്നിട്ട് ഒരു 5 മിനിറ്റോളം നമ്മൾ ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു. നന്നായി കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. വെജിറ്റബിൾസ് സോയാബീൻ എല്ലാം നല്ലോണം മിക്സായി കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് ഒരല്പം സോയാ സോസ് നമുക്ക് ഒഴിക്കാം. കുരുമുളക് പൊടിയും ഇടാം. ഞാൻ അത് ഓപ്ഷനിലാണ്, ഞാൻ കുട്ടികൾക്ക് എരിവായാലോ എന്ന് പറഞ്ഞിട്ട് ഞാനത് ഇട്ടില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കുരുമുളക് പൊടിയുടെ സോയാ സോസ് ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. സോയാ സോസും വെജിറ്റബിൾസും സോയാബീൻ എല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത ഒരു മണം നമുക്ക് വരും, ആ സോയാബീൻ്റെയും സോയാ സോസിൻ്റെ എല്ലാം. അതിനുശേഷം ഫില്ല് ചെയ്യാനുള്ളത് റെഡിയായി. ഇനി നമുക്ക് മാവ് കുഴയ്ക്കാം. ഞാൻ കുറച്ച് ഗോതമ്പ് പൊടിയും കുറച്ച് മൈദ, ഗോതമ്പ് പൊടിനെക്കാട്ടിയും കുറവാണ് ഞാൻ മൈദ എടുത്തിരിക്കുന്നത്. ഒരുപാട് മൈദ വേണ്ട, അവിടെ ചെറിയൊരു സോഫ്റ്റ് കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചെറുതായി മൈദ എടുത്തത് കുറച്ച്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി കൊണ്ട് മാത്രം എടുക്കാം. അത് ഇങ്ങനെ കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴക്കും അതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം ഒരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അതിന് ശേഷം അത് ചെറിയ ചെറിയ ബോളാക്കിയിട്ട്, എൻ്റെ ഒരു ചപ്പാത്തി മേക്കർ ഉള്ളതുകൊണ്ട് അതിൽ വെച്ച് ഞാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചപ്പാത്തി പരത്തുന്നതാണെങ്കിൽ അതിൽ, ഞാൻ ചപ്പാത്തി മേക്കർ ഉള്ളതുകൊണ്ട് അതിൽ വെച്ചിട്ട് ചെറിയ റൗണ്ടാക്കിയതിന് ശേഷം അതിൽ ഫില്ല് ചെയ്ത്, മോമോസിൻ്റെ ഷേപ്പ് എനിക്ക് പറ്റുന്നില്ല, എനിക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ മൊത്തം ഒട്ടിച്ചതിന് ശേഷം ഫോർക്ക് വെച്ചിട്ട് അതിൻ്റെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനത് റൗണ്ട് മോമോസും ഇങ്ങനത്തെ നീളത്തിലുള്ള മോമോസും ഷേപ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് അവിടെ റെഡിയാക്കി വെക്കാം. നെക്സ്റ്റ് വന്നിട്ട് ചട്നിയാണ് ഞാൻ ഉണ്ടാക്കിയത്. ചട്നി വെച്ചാൽ തക്കാളിയും കാശ്മീർ ചില്ലിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് വെള്ളത്തിലിട്ട് വേവിച്ചതിന് ശേഷം തക്കാളിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ട് അരച്ചു. എന്നിട്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ഇട്ട് നന്നായി വാട്ടിയ ശേഷം ഈ പേസ്റ്റ് അതിലോട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും പഞ്ചസാരയും ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തു. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സോയാ സോസ്, ആവശ്യത്തിന് സോയാ സോസ് ഒഴിച്ചിട്ട് ഞാൻ കുറച്ച് ചട്നി ഉണ്ടാക്കിയുള്ളൂ, കാരണം ഒരുപാട് വേണ്ടാന്ന് എനിക്ക്, അത്ര മോമോസല്ലേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ വിനാഗിരിയാണ് യൂസ് ചെയ്യേണ്ടത്. ഞാൻ അതിന് പകരം കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചു. ഈ സമയം കൊണ്ട് ഞാൻ മോമോസ് വേവിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലി പാത്രത്തിൽ മോമോസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മോമോസും ചട്നിയും കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഈ കുക്കിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് തരാനും മറക്കരുത്. എല്ലാവരും വീട്ടിലൊന്ന് ശ്രമിച്ച് നോക്കണം. ഈസിയാണ്. ഇത് ലോങ് വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്ന കഷ്ടമാണെന്ന്, പക്ഷേ ഈസിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തോന്നുന്നു. താങ്ക് യു.